നമസ്കാരം. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തുന്ന ശക്തമായ സായുധ പോരാട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി തുടരുന്ന ഈ ഒരു രാഷ്ട്രീയ സൈനിക സംഘർഷം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ അടിത്തറയോടെ പിടിച്ചുകുലുക്കുന്ന ഒന്നായി വളർന്നിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണെങ്കിലും സാമ്പത്തികമായും സാമൂഹികമായും ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒന്നാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ. പാകിസ്ഥാൻ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ജനരോഷ ശക്തമാകുന്ന ഈ വേളയിൽ BLAയുടെ നേതൃത്വത്തിലുള്ള പുതിയ ആക്രമണ പരമ്പരകൾ മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ്. പാക് സൈന്യത്തിൻ്റെ നടുവൊടിക്കുന്ന തരത്തിലുള്ള തുടർച്ചയായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലയിൽ അരങ്ങേറിയിട്ടുള്ളത്. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിടുന്ന കണക്കുകൾ പാകിസ്ഥാൻ പ്രതിരോധ സേനയ്ക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വെറും 8 ദിവസത്തിനുള്ളിൽ 22ഓളം വ്യത്യസ്ത ആക്രമണങ്ങളാണ് തങ്ങളുടെ പോരാളികൾ വിവിധ ഭാഗങ്ങളിലായി വിജയകരമായി പൂർത്തിയാക്കിയതെന്ന് BLA ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ താവളങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഈ ഓപ്പറേഷനുകൾ. എല്ലാം തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ടതുമാണ്. ഇതിൽ 26ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി സംഘടന അവകാശപ്പെടുന്നു. കലാറ്റ്, സുറാബ് തുടങ്ങിയ മേഖലകളിൽ സ്ഥാപിച്ച IEDകൾ പൊട്ടിത്തെറിച്ചാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പാക് സൈന്യത്തിന് നേരിടേണ്ടി വന്നത്. ചഗായി, ഖരൻ, പഞ്ച്കൂർ, നുഷ്കി, ടർബത്ത്, കൊറ്റ തുടങ്ങിയ ബലൂചിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ ഈ സായുധ പോരാട്ടങ്ങളുടെ ചൂടറിഞ്ഞു കഴിഞ്ഞു. പാക് സൈന്യത്തിന്റെ പട്രോളിംഗ് വാഹനങ്ങൾ തകർക്കുക മാത്രമല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യാത്രകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റോഡുകളും റെയിൽവേ ട്രാക്കുകളും തകർത്തെറിയുന്ന തന്ത്രപരമായ നീക്കങ്ങളാണ് BLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ജനത വർഷങ്ങളായി നേരിടുന്ന അവഗണനയും പ്രാദേശിക വിഭവങ്ങളുടെ ചൂഷണവുമാണ് ഇന്നത്തെ ഈ രൂക്ഷമായ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ ജനാധിപത്യപരമായും സായുധമായും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രവിശ്യയിലെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതും വികസന മുരടിപ്പും അവിടുത്തെ യുവാക്കളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും സാമ്പത്തിക നയങ്ങൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ പുകയുന്ന അതൃപ്തിയാണ് ഇത്തരം സായുധ മുന്നേറ്റങ്ങൾക്ക് വളമായി മാറുന്നത്. പാക് സൈന്യത്തിൻ്റെ സുരക്ഷാ വീഴ്ചകളും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരാജയവുമാണ് BLAക്ക് ഇത്രയധികം ആക്രമണങ്ങൾ ഒരേ സമയം വിജയകരമായി നടപ്പിലാക്കാൻ സഹായകരമായത്. പാകിസ്ഥാൻ സർക്കാരിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെയും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പോലുള്ള വൻകിട വികസന പദ്ധതികളെയും ഈ വിഘടനവാദികൾ ലക്ഷ്യമിടുന്നുണ്ട്. പ്രവിശ്യയിലെ വിഭവങ്ങൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ബാഹ്യശക്തികൾ അത് കൊള്ളയടിക്കാൻ അനുവദിക്കില്ല എന്നുമുള്ള നിലപാടിലാണ് പോരാളികൾ ഉറച്ചു നിൽക്കുന്നത്. സുരബ് മേഖലയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായാണ് തങ്ങൾ ഈ പുതിയ ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് BLA വ്യക്തമാക്കിയിട്ടുണ്ട്. നിരപരാധികളായ സാധാരണക്കാരുടെ ജീവനെടുത്ത ആ വ്യോമാക്രമണം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വെറുതെ വിടില്ല എന്ന പ്രഖ്യാപനവുമായി സായുധ സംഘം രംഗത്തെത്തിയത് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഭരണകൂടത്തിന്റെ പരാജയമാണ് ഇത്തരം സംഭവങ്ങൾ ഓരോ തവണയും തുറന്നുകാട്ടുന്നത്. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിന് മുന്നിൽ കടുത്ത വെല്ലുവിളിയാണ് ഈ ഒരു പുതിയ സംഭവ വികാസങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ നിലനിർത്തുന്നതിൽ പരാജയപ്പെടുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് മേൽ അന്താരാഷ്ട്ര തലത്തിലും വലിയ സമ്മർദ്ദമുണ്ട്. കാശ്മീരിലും മറ്റ് വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെയുള്ള ഈ ഒരു വലിയ ആഭ്യന്തര ഭീഷണി കനത്ത തലവേദനയായി മാറിയിരിക്കുകയാണ്. സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള തുടർച്ചയായ തിരിച്ചടികൾ പാക് പ്രതിരോധ വകുപ്പിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാന് ബലൂചിസ്ഥാനിലെ ഈ തുടർച്ചയായ സൈനിക ചെലവുകളും നാശനഷ്ടങ്ങളും വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. യുദ്ധസമാനമായ സാഹചര്യമാണ് പ്രവിശ്യയിലെ പലയിടത്തും നിലവിലുള്ളത്. വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയും ജനജീവിതം ദുസ്സഹമാക്കിയ ഒരു അവസ്ഥയിലൂടെയാണ് ബലൂചിസ്ഥാൻ കടന്നുപോകുന്നത്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പാടുപെടുന്ന സർക്കാരിന് ഈ ഒരു ആഭ്യന്തര സംഘർഷം താങ്ങാവുന്നതിലും അപ്പുറമുള്ള വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ സ്വയംഭരണ അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് BLA പോരാടുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്രൂരതകൾക്കെതിരെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന എതിർപ്പാണ് ഇത്തരം സംഘടനകൾക്ക് പുതിയ റിക്രൂട്ട്മെന്റുകൾ വർദ്ധിക്കാൻ കാരണം. തടവിലാക്കപ്പെടുന്നവരുടെയും കാണാതാകുന്നവരുടെയും കുടുംബങ്ങളുടെ നീതിക്കായുള്ള മുറവിളികൾ പ്രവിശ്യയിൽ ശക്തമാണ്. സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രതികാരം എന്നോണമാണ് പലരും ഈ സായുധ പോരാട്ടങ്ങളെ നോക്കിക്കാണുന്നത്. റോഡുകളും പാലങ്ങളും റെയിൽവേ ട്രാക്കുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുന്നത് ബലൂചിസ്ഥാനിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. എന്നാൽ പാക് സർക്കാരിൻ്റെ അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടാൻ ഈ പോരാട്ടങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്നാണ് വിഘടനവാദികളുടെ പക്ഷം.
ഗതാഗതം സ്തംഭിക്കുന്നതും വിപണികൾ അടഞ്ഞുകിടക്കുന്നതും ജനങ്ങളുടെ നിത്യജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് എങ്കിലും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറല്ല. സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഒരു ചോദ്യചിഹ്നമായി തുടരുമ്പോഴും വിഘടനവാദികളും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് അയവില്ലാതെ തുടരുകയാണ്. പാകിസ്ഥാൻ സുരക്ഷാ സേനയും BLA പോരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ബലൂചിസ്ഥാനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. നിത്യേന എന്നോണം പുറത്തുവരുന്ന സ്ഫോടനങ്ങളുടെയും വെടിവയ്പ്പുകളുടെയും വാർത്തകൾ പ്രദേശവാസികളെ ഭീതി പരത്തുന്നുണ്ട്. സുരക്ഷാ സേന നടത്തുന്ന തിരച്ചിലുകളും റെയ്ഡുകളും സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഇരു വിഭാഗത്തിൻ്റെയും ആക്രമണങ്ങൾക്കിടയിൽപ്പെട്ട് നിരപരാധികളായ ഒട്ടനവധി ആളുകളാണ് ഓരോ ദിവസവും ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ബലൂചിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഗതാഗത തടസ്സങ്ങളും ആശയവിനിമയ പ്രതിസന്ധികളും നിലവിലുണ്ട്. മാധ്യമങ്ങൾക്ക് പോലും പൂർണ്ണമായും പ്രവേശനമില്ലാത്ത മേഖലകളിൽ നടക്കുന്ന സംഭവങ്ങൾ പാകിസ്ഥാൻ ഔദ്യോഗിക വൃത്തങ്ങൾ പലപ്പോഴും മൂടിവെക്കാൻ ശ്രമിക്കാറുമുണ്ട്. എങ്കിലും പുറത്തുവരുന്ന വിവരങ്ങൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്കപ്പുറം വലിയൊരു പ്രക്ഷോഭം അവിടെ വളരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് വ്യക്തമാക്കുന്നത്. പുറം ലോകം അറിയാത്ത ഒട്ടനവധി മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇത്തരം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പാക് സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ബലൂചിസ്ഥാനിൽ പ്രതിഷേധാഗ്നി പടർന്നു പിടിക്കുകയാണ്. സമാധാനപരമായ ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞുപോയ സാഹചര്യത്തിൽ ആയുധങ്ങളിലൂടെയുള്ള പോരാട്ടങ്ങൾ മാത്രമാണ് പോംവഴിയെന്ന് BLA പോലുള്ള സംഘടനകൾ വിശ്വസിക്കുന്നു. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുവരെയും വിഭവങ്ങളുടെ ചൂഷണം അവസാനിക്കുന്നതുവരെയും ഈ സമരം തുടരുമെന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ബലൂചിസ്ഥാനിലെ ഈ വിഘടനവാദ മുന്നേറ്റം വളർന്നു കഴിഞ്ഞു. ചുരുക്കത്തിൽ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ BLA നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിലെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 ദിവസത്തിനുള്ളിൽ 26ഓളം സൈനികരെ വധിക്കുകയും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതിലൂടെ പാക് സർക്കാരിന് കനത്ത പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ സംഘർഷം കൂടുതൽ തീവ്രമാകാനാണ് സാധ്യതയെന്നാണ് നിലവിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും ഈ പ്രതിസന്ധി എങ്ങനെ നേരിടുമെന്നതും അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയും അഖണ്ഡതയും ചോദ്യം ചെയ്യുന്ന വലിയൊരു ആഭ്യന്തര പ്രക്ഷോഭമായി ബലൂചിസ്ഥാനിലെ ഈ വിഘടനവാദ പോരാട്ടം മാറിയിരിക്കുന്നു എന്നത് വ്യക്തമായ യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.